ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കല്ലുമോളയും കൊണ്ട് ഫസ്റ്റ് ടൈം മുട്ടയടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്പലത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ അവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് പൂനെയിലെ ഒരു അമ്പലമാണ്. പ്രതി ബാലാജിയാണ് അമ്പലത്തിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 hours ഡിസ്റ്റൻസാണ്. കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു അമ്പലമാണ്. പക്ഷെ നല്ല നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ്, വലിയൊരു അമ്പലമാണ്. ഞങ്ങൾ പോയത് ഏകദേശം ഒരു രാവിലെ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഭയങ്കര തിരക്കൊക്കെ കാണാൻ പറ്റും. അപ്പം ഞാൻ ആഗ്രഹിച്ചത് ഒരു അമ്പലത്തിൽ വെച്ച് തന്നെ അവളുടെ മുട്ടയടിക്കണം. കാരണം നാട്ടിലായിരുന്നു ഞാൻ വിചാരിച്ചത്, പക്ഷേ നാട്ടിൽ ഒട്ടും സമയം കിട്ടില്ലായിരുന്നു. 1 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാകുമ്പോൾ അവളുടെ ബർത്ത്ഡേ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ഗുരുവായൂരൊക്കെ പോയി, അങ്ങനെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അവിടെ ഇവിടെയൊക്കെ പോയി ആ ഒരു തിരക്കിൽ പിന്നെ മുട്ടയടിക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വന്നിട്ട് നമുക്ക് എന്തായാലും ബാലാജി പോയിട്ട് മുട്ടയടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു അമ്പലത്തിൽ പോയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഈ അമ്പലത്തിൽ ഞാൻ പ്രഗ്നൻ്റ് ആയ ഒരു 5 മാസം പ്രഗ്നൻ്റ് ആയ സമയത്ത് ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ കല്ലുമണിയും കൊണ്ട് ഇവിടെ മുട്ടയടിപ്പിക്കാൻ വന്നിട്ടുള്ളത്. ഭയങ്കര അധികം സന്തോഷമായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അമ്പലത്തിൽ വെച്ചിട്ട് അവൾ ചെയ്യാൻ, അവൾ അങ്ങനെ വലിയ കരഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. അവൾ മുട്ടയടിക്കുമ്പോൾ അടിപൊളിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് മുട്ടയടിപ്പിക്കാനില്ല കുട്ടികൾക്കാണെങ്കിൽ മീൻസ് അവിടെ വരിക, ഒരു ടോക്കൺ എടുക്കുക, പിന്നെ ഇവിടെ വന്നിട്ട് ഇവർ നമ്മളെ ട്രിമ്മർ കൊണ്ടാണ് ചെയ്തു തരുന്നത്. കല്ല് തലയില് മുടിയില്ലേ ഇത്? പൊട്ടിച്ചി കൊടുത്ത് പൊട്ടിച്ചി ചേച്ചിയാണ് ചേച്ചി. ആയിഷ്
കയ്യോർത്ത് കല്ലു. എന്തിന് അങ്ങനെ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവളുടെ ഡ്രസ്സൊക്കെ മാറി അവളാകെ സീരിയസിലായിരുന്നു. എവിടെയാണ് എൻ്റെ മുടി പോയതില്ലൊരു അവസ്ഥയിലായിരുന്നു അവളുണ്ടായത്. പക്ഷേ അവൾ ഹാപ്പി ആയിരുന്നു. ഞങ്ങളിങ്ങനെ അവളെ നോക്കിയിട്ട് എവിടെ പോയി നിൻ്റെ മുടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. സീരിയസ് ആയിട്ടിരിക്കുമായിരുന്നു. വലിയ ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവളുടെ ഫേസിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉള്ളിൽ തൊഴാൻ പോയത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു അവിടെ മുട്ടയടിച്ചിട്ട് പിന്നെ ഉള്ളിൽ തൊഴാമെന്ന്. കാരണം ഉള്ളിൽ എത്ര തിരക്കുണ്ടാവുമെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് തൊഴാൻ പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഉള്ളിൽ ഫോണെല്ലാം അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളിലത്തെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ അവിടെ കഴിഞ്ഞതിന് ശേഷം അവിടെ നമുക്ക് പ്രസാദം കിട്ടും. ആ പ്രസാദം ഇത് നമ്മൾ ചോറ് പോലത്തെ പ്രസാദമായിരുന്നു. ചോറും പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള പ്രസാദമായിരുന്നു. അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ അന്നദാനത്തിന് പോയിട്ടുണ്ടായിരുന്നു. വലിയൊരു മീൻസ് ഹാളും അവിടെ നല്ല സെറ്റപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു പ്രസാദം. ഇത് കല്ലു കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ളിൽ തൊഴുതതിന് ശേഷം അവൾക്കത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് അവൾ കൊടുത്ത് എൻജോയ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അവിടെ എന്തോ ഒരു ഹാളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോയിട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്. ഫുഡ് കഴിക്കാൻ ഭയങ്കര ലൈനായിരുന്നു. അവിടെ എന്തോ കൂപ്പൺ എടുക്കണം. ആ കൂപ്പൺ മീൻസ് ഫ്രീ തന്നെ. ആ ഫ്രീ കൂപ്പൺസ് എടുത്തതിന് ശേഷം അതിൻ്റെ ബേസിലാണ് നമ്മൾ ലൈൻ നിൽക്കാൻ പോയത് ഫുഡ് കഴിക്കാൻ കുറച്ചും കൂടി മുകളിലോട്ട് നടന്നിട്ട് പോകണം. ഇതായിരുന്നു ഫുഡ് കഴിക്കാൻ പോകേണ്ട ആ ഒരു ഇത് എന്താ പറയുക, ആ ഒരു ഏരിയ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തില്ല. കാരണം ഇവൾ ആ സമയത്ത് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആരെ കയ്യിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവളുടെ ഒരു കുറച്ച് മൂഡൊക്കെ മാറി, ഉറക്കമൊക്കെ വന്നു, ആ ഒരു മൂഡൊക്കെ ആയി. അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ദാ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക.